നീനെ തല്ല് കണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരിത്തരത്തിനാ എന്തിനാ അവന്മാര് തല്ലുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന കേട്ടെ. ഇനി മേലെ ഇത്ര പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചേക്കുന്നു. നീ കൂടുതലൊന്നും പറഞ്ഞ നീക്ക് ചങ്കായില്ല. തല്ലാൻ മാത്രമല്ല, തല്ല് കൊടുക്കാനും തല്ല് വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. ഇവിടെ കോന്താന് പ്രിൻസ് നിങ്ങളെ മാത്രം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേണ്ട, നീയൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കാണണ്ട. സീനാക്കിയോ. ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. എന്തിനാ വെറുതെ? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം, ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം. എന്തിന് ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചു തരായിരുന്നില്ലേ? ഇത് ഇവിടെ തീർന്നടാ. അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ലല്ലോ. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുക. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേ. എന്തിനാണ് വെറുതെ ദേഷ്യം എന്നാ എന്നോട് തീർക്കല്ലേ. ഞാനൊരു കാര്യം ചോദിച്ച വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡയറിമിക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസിൽ അടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്കൊരു വിഷമമില്ലടി. നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തവരെ ചിന്നുനും വേണ്ട. മനസ്സിലായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? പോണേണ. അപ്പൊ ഞങ്ങള് പോയാ നീ കൂടെ ഉണ്ടാവില്ലേ? എന്തിന്? എനിക്ക് പഠിക്കണം. എങ്കിൽ നീ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? അതൊക്കെ പറയാം. എന്തോ ഇതാടാ സ്വർഗം. എല്ലാരും ഉണ്ടല്ലോ. മുനീറല്ലേ? ബാലു, എൽദോ, സാം, ശരിയല്ലേ? എല്ലാരും വാ. എന്താണ് അവരെ വിളിച്ചോണ്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ.